മക്കളെ വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. അപ്പോൾ നമ്മുടെ എക്സാമിന് എപ്പോഴും ലാംഗ്വേജിൽ എപ്പോഴും എന്തെങ്കിലും ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് ആനുവൽ എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ മൈക്കിൾ ജോർദാന്റെ ചാപ്റ്റർ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. കാരണം അതിൽ ഒരുപാട് ഡിസ്കോഴ്സസ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു പാഠമാണ്. അതിൽ ഒരു ചോദ്യം നമുക്ക് ക്യാരക്ടർ സ്കെച്ചാണ്. അതിൽ നമുക്ക് മൈക്കിൾ ജോർദാന്റെ ക്യാരക്ടർ പഠിക്കാനുണ്ട് ആൻഡ് ഓൾസോ അദ്ദേഹത്തിന്റെ പാരൻസിന്റെ ക്യാരക്ടർ പഠിക്കാനുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് മൈക്കിൾ ജോർദാന്റെ ക്യാരക്ടർ സ്കെച്ചാണ്. നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാം? എന്താണ് ആക്ച്വലി ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതി കഴിഞ്ഞാൽ, നമ്മളൊരാളെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആ ഉത്തരം വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമുക്ക് പ്രോപ്പറായിട്ട് ശരിക്കും മനസ്സിലാകണം എങ്ങനെയാണ് ആ കഥാപാത്രം ആ കഥയില്. ഓക്കെ, നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവില്ല ആ കഥാപാത്രം എങ്ങനെയാണെന്ന്. അതേപോലെ നമ്മൾ ഈ ഉത്തരം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകണം എങ്ങനെയുള്ള കഥാപാത്രമാണ്. ഇപ്പം മൈക്കിളിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഹൗ ഈസ് മൈക്കിൾ, എങ്ങനെയാണ് അദ്ദേഹം കാണാൻ, എങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ തോട്ട്സ്, അദ്ദേഹത്തിന്റെ ഒരു ലിവിങ് സ്റ്റൈൽ എന്താണ്, അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് ആ ഉത്തരം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകണം. ഇഫ് വി ആർ വാച്ചിങ് അബൌട്ട് മൈക്കിൾസ് പാരൻസ്, നമ്മൾ മൈക്കിളിന്റെ പാരൻസിനെ കുറിച്ചാണ് എഴുതുന്നതെങ്കിലും നമുക്ക് എന്ത് വേണം, വെൻ വി റീഡ് അബൌട്ട് ദം, നമ്മൾ അവരെ കുറിച്ച് വായിക്കുമ്പോൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് എങ്ങനെയുള്ള പാരൻസ് ആണ് അവർ, എത്രത്തോളം അവരുടെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ നല്ല സ്നേഹമുള്ള പാരൻസ് ആണോ, എന്തായിരുന്നു അവരുടെ നേച്ചർ, പാരൻസ് എന്ന നിലയിൽ അവരെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏത് കഥാപാത്രത്തെ കുറിച്ചാണ് എഴുതുന്നത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഏത് കഥയിലെ ക്യാരക്ടർ ആണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ ക്യാരക്ടർ ആണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്ക്, മൈക്കിൾ ജോർദാൻ. നമ്മൾ എപ്പോഴും തലക്കെട്ട് എഴുതണം. വി ഷുഡ് മെൻഷൻ ദ ഹെഡിങ്. ഓക്കെ, വി ഷുഡ് നോട്ട് ഫർഗെറ്റ് ടു റൈറ്റ് ദ ഹെഡിങ്. ഓക്കെ, സോ മൈക്കിൾ ജോർദാൻ, നമ്മൾ മൈക്കിൾ ജോർദാനെ കുറിച്ച് ഇവിടെ എഴുതാൻ പോകുന്നത് മൈക്കിൾ ജോർദാൻ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം, മറന്നു പോകാൻ പാടില്ല കേട്ടോ. മൈക്കിൾ ജോർദാൻ is the central character of the story. The salt in his shoes. ദി സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറയുന്ന കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ ക്യാരക്ടറാണ് ഏത്, മൈക്കിൾ ജോർദാൻ. ഹി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ടോൾ ബോയ് വിത്ത് ബിഗ് ഫീറ്റ്. അല്ലേ, ഹി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ടോൾ ബോയ്. അല്ലേ, എന്താണ്, അത്യാവശ്യം നല്ല ഉയരക്കുമുള്ള വലിയൊരു വലിയ അത്യാവശ്യം നീളവും കാര്യങ്ങളൊക്കെ ഉള്ള ഫിസിക്കലി വളരെ ഫിറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്കിളിനെ നമ്മൾ പരിചയപ്പെടുന്നത്. ഹി ഈസ് എ ഡിറ്റർമൈൻഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ഇൻഡിവിജ്വൽ. നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ പാഠത്തിൽ മൈക്കിൾ ജോർദാന് മാക്സിമം എന്താണ്, എക്സ്ട്രീമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞായിട്ടാണ് കാണുന്നത്. അല്ലേ, അവന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ, അവന്റെ ഫോക്കസ് അവൻ നേടിയെടുക്കാൻ, അവന്റെ ലക്ഷ്യം അവൻ നേടിയെടുക്കാൻ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അത്രയ്ക്കും എക്സ്ട്രീമായിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവൻ വർക്ക് ചെയ്യുന്നത്, അവൻ അത്രയ്ക്കും ഹാർഡ് വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ചെയ്യുന്നുണ്ട്. സോ he is very loyal to his family and values their support and encouragement. He is very loyal to his family. അവന്റെ അച്ഛനോടും അമ്മയോടും അവൻ എന്തുണ്ട്, ശരിക്കും ആത്മബന്ധമുണ്ട്. അവന്റെ ബ്രദേഴ്സിനോട് അവൻ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ട്, ഭയങ്കരമായിട്ടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളും എന്തുണ്ട്, അവന്റെ കുടുംബത്തോടുണ്ട്. അപ്പോൾ ഭയങ്കര ലോയലാണ് ആര്, അവന്റെ കുടുംബത്തോട്. ഓക്കെ, സോ ഹി ഈസ് ലോയൽ ടു ഹിസ് ഫാമിലി ആൻഡ് ഓൾസോ ഹി വാല്യൂസ് ദിയർ സപ്പോർട്ട്. അവനൊരു പ്രശ്നം വന്ന സമയത്ത്, അവനൊരു വിഷമം വന്ന സമയത്ത് അവൻ ഏറ്റവും കൂടുതൽ ആ വിഷമം പങ്കുവെച്ചത് ആരടുത്താണ്, മൈക്കിൾ ജോർദാൻ തന്റെ അമ്മയുടെ അടുത്താണ്. ഓക്കെ, നമ്മൾ എപ്പോഴാ പാഠം പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ അമ്മയുടെ ക്യാരക്ടർ നമ്മൾ പറയാറുണ്ട്. ആ ഒരു അമ്മയും മോനും തമ്മിലുള്ള ബോണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. അല്ലേ, അപ്പൊ മൈക്കിൾ ജോർദാൻ ആ വിഷമം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ താൻ സാഡ് ആയ സമയത്ത്, താൻ ഡൗൺ ആയ സമയത്ത് ഉടനെ തന്നെ ആരെടുത്താ പോയത്, ഹി വെന്റ് നിയർ ടു ഹിസ് മദർ, അവന്റെ അമ്മയുടെ അടുത്താ പോയത്. ആൻഡ് ഹി ഷെയർസ് എവറിത്തിങ് വിത്ത് ഹിസ് മദർ, അമ്മയുടെ അടുത്താണ് ഷെയർ ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഡിഡ് ദ മദർ ഡു, എന്താ അവന്റെ അമ്മ ചെയ്തത്, ഷീ കൺസോൾഡ് ഹിം, അവന് സമാധാനിപ്പിച്ച് അവനെ ചേർത്ത് നിർത്തി അവനോട് പറഞ്ഞു, എന്താണ്, നത്തിങ് ടു വറി, നീ ഒന്നും വറീഡ് ആവണ്ട, നത്തിങ് ടു വറി, നീ വിഷമിക്കല്ലേ, വറീഡ് ആവല്ലേ, ഐ ഹാവ് എൻ ഐഡിയ, എനിക്കൊരു ഐഡിയ ഉണ്ട്, ആൻഡ് ഐ വിൽ ടെൽ യു വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അമ്മ പറഞ്ഞു തരാം.
നോക്കുക, ഹി ഹാസ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീവ്സ് ഇൻ ഹിംസെൽഫ് അല്ലേ. അവന് വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് ആര്, നമ്മുടെ മൈക്കിൾ ജോർദാൻ. അത് മാത്രമല്ല സ്ലോലി എന്താണ് പുള്ളിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവൻ്റെ മേലെ പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്. അവൻ എന്തുണ്ട്, അവൻ്റെ മേലെ പൂർണ്ണമായ കോൺഫിഡൻസും അവനുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മൈക്കിൾ ജോർദാനെ കുറിച്ച് എഴുതണം. വളരെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഒരാളാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ട്രൂത്ത്ഫുൾ ആണ്, ഓണസ്റ്റ് ആണ് അല്ലേ, കൈൻഡ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ? നിങ്ങൾ ഈ ഉത്തരം ഓക്കെ അല്ലേ? സോ ഇതേപോലെ നമുക്ക് മൈക്കിൾ ജോർദാന്റെ അച്ഛൻ്റെ അമ്മയുടെ ക്യാരക്ടർ സ്കെച്ചും നമുക്ക് പഠിക്കണം. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം, വി ക്യാൻ ഡിസ്കസ്. ഓക്കെ, സോ വി സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു സോ മച്ച്.